ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രമിനോട് മാഷു പറയും, നിന്നോടുള്ള പക വീട്ടാനാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ അത് നിന്നോട് മാത്രം ചെയ്യാൻ പറ. തല്ലേ കൊല്ലേ കേസിപ്പെടുത്തേ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ. എന്തിനാ എന്റെ മറ്റു മക്കളെ ഉപദ്രവിക്കുന്നേ? വിക്രമിന് നല്ല സങ്കടാവുന്നുണ്ട്. വിക്രം ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോവാണേ. അപ്പോഴും ശ്രീജ അവിടെ ഇരുന്ന് കരയാ. മാഷിനാണെങ്കിൽ അത് കാണുമ്പോഴാണ് കൂടുതൽ വിഷമാവുന്നത്. അകത്താണെങ്കിൽ കമല എന്തോ ആലോചിച്ച് ആകെ മരവിച്ച അവസ്ഥയിലിരിക്കുക. ഇത് കണ്ട് വിക്രം അടുത്ത് വരും. അമ്മേ, വിശ്വേട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കും, അതുറപ്പാ. ഇത് കേൾക്കുമ്പോ അമ്മ വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് ഓഫീസിലേക്ക് വരുമ്പോ തന്നെ അവിടുത്തെ ആള് പറയും, മാഡം അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് വയ്ക്കും, ആര് വർഷയോ? അല്ല, വേദ മാഡം. ശരിന്ന് പറഞ്ഞ് ശ്രീകാന്ത് അകത്തേക്ക് ചെല്ലുമ്പോ വേദ അവിടെ കാണാണ്. ആഹാ, ആരാ ഇത്? വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോയതാണല്ലോ. വൈകാതെ തിരിച്ചു വന്നോ? വീണ്ടും വെല്ലുവിളിക്കാനോ അതോ ഒത്തുതീർപ്പാക്കാനോ? വേദ പറയും, ശ്രീയേട്ടാ, നിങ്ങക്ക് എന്നോടുള്ള ദേഷ്യം മനസ്സിലാക്കാം. അത് എന്നോട് കാണിച്ചാ പോരെ, എന്തിനാ വിക്രമിന്റെ വീട്ടുകാരോട്? അത് വളരെ മോശമാണ്. ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയും, ഇപ്പൊ ഈ കാണിക്കുന്നതേ ഒരു തരം അപേക്ഷയാ. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഒന്നും ചെയ്യരുതെന്നുള്ള അപേക്ഷ. അതുമായി നീ എന്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് വിരൽ ചൂണ്ടി പറയുമ്പോ വേദയ്ക്കും, അപ്പൊ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ജയിക്കുന്നേ ഉറപ്പിച്ചിട്ടുള്ള സംസാരാണല്ലേ? ശ്രീകാന്ത് പറയും, സംശയമുണ്ടോ നിനക്ക്? ഇപ്പൊ തന്നെ നോക്ക്, കഴിഞ്ഞ തവണ വന്ന് വെല്ലുവിളിച്ചു പോയത് ഇപ്പൊ അപേക്ഷയായിട്ട് വന്നില്ലേ? ഇനി ഇതിൽ കൂടുതൽ കെഞ്ചി കരഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് വരും, ഞാൻ കാത്തിരുന്നോളാം. അപ്പൊ വേദ ചിരിച്ചിട്ട് പറയും, മിസ്റ്റർ ശ്രീകാന്ത് അത് ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷെ നടക്കില്ലെന്ന് മാത്രം. ശ്രീകാന്ത് പറയും, ഓഹോ, സ്വന്തം ചേട്ടനെ നീ പേര് വിളിച്ചു തുടങ്ങിയല്ലോ, കൊള്ളാലോ. വേദ പറയും, ഹാ, വിളിക്കേണ്ടി വന്ന ആരെ വേണമെങ്കിലും പേര് വിളിക്കാം. പിന്നെ ഞാൻ വന്നത് അപേക്ഷിക്കാനാണ് എന്ന് കരുതിയെങ്കിൽ അത് തെറ്റി. ഒരു പാവം മനുഷ്യനെ ചെയ്യാത്ത തെറ്റിന് ദ്രോഹിക്കുന്ന നിങ്ങളോട് അപേക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? നേരിട്ട് കോടതിയിലേക്ക് വാ. അപ്പൊ വേദ പറയും, വരും. കോടതിയിൽ വെച്ച് തന്നെ വിശ്വേട്ടൻ തെറ്റുകാരനല്ലെന്ന് ഞാൻ തെളിയിക്കും. നിങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത കള്ളക്കേസാണെന്ന് കോടതിയിൽ വെച്ച് തന്നെ ഞാൻ തെളിയിക്കും. ശ്രീകാന്ത് പറയും, ബെസ്റ്റ് ഓഫ് ലക്ക്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് കാരണം ആ പാവ മാഷിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇനി നിന്റെ വാശി കൊണ്ട് ആ കുടുംബം മുഴുവൻ നശിക്കും. എന്ത് ചെയ്യാൻ? അതായിരിക്കും അവരുടെ വിധി. അപ്പോഴും വേദ പറയും, ഇല്ല, ചെയ്യാത്ത തെറ്റിനെ നിങ്ങൾ വിചാരിച്ച വിശ്വേട്ടനെ ശിക്ഷിക്കാൻ കഴിയില്ല. ആ ബാഗിൽ പണത്തിന് പകരം കടലാസ് എങ്ങനെ വന്നു നിങ്ങൾക്ക് കോടതിയിൽ പറയേണ്ടി വരും. ശ്രീകാന്ത് പറയും, വായിട്ട് അലക്കേണ്ടത് എന്റെ ഓഫീസിലല്ല, കോടതിക്ക് മുന്നില. അവിടെ വന്ന് തെളിക്കേ. നിന്നെ സഹായിക്കാനായി എപ്പോഴും ഓടി വരുന്ന ദർശനുണ്ടല്ലോ. എന്നാ ഈ കാര്യത്തില് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേദ പറയും, ഒരു തവണ കൂടെ നിങ്ങളോട് സംസാരിക്കാന്ന് കരുതിയാ ഞാൻ വന്നത്, പക്ഷെ ഇനി അതില്ല. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിലേ അത് ഈ കേസ് ജയിച്ചതിന് ശേഷം മാത്രമായിരിക്കും, ഉറപ്പ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശ്രീകാന്ത് പറയും, ഒന്ന് നിക്കണം. നീ നന്നാക്കി നോക്കാൻ എടുക്കുന്ന വിക്രമുണ്ടല്ലോ, അവൻ എന്ത് ചെയ്തിട്ടാ കുറച്ചു കാലം അകത്ത് കിടന്നതെന്ന് ഒന്ന് അന്വേഷിക്ക്. അവനെയും കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോ അതുകൂടി ഒന്ന് ഓർക്കണം. വേദ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. വേദെങ്കിലും ഒന്നും പറയുന്നൊന്നുമില്ല, അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും ജോസഫും കൂടെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കണേ. വിഷൻ ചോദിക്കും, വിക്രം, ഇവിടെ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇതിനകത്ത് ഇരുന്നിട്ട് ശ്വാസം മുട്ടുക. ഇനി ഇതിനകത്ത് കിടന്നാ ഞാനൊരു പക്ഷേ എന്തെങ്കിലും വഴിയുണ്ടോടാ? വിക്രം പറയും, പൂട്ടാനുള്ള എല്ലാ വഴിയും ശ്രീകാന്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ വിഷൻ ചോദിക്കും, എന്നാലും എന്നോട് എന്തിനാ ഇങ്ങനെ? വിക്രം പറയും, വിശ്വേട്ടനോടല്ല, എന്നോടുള്ള കലിപ്പ അയാൾ തീർത്തത്. അതുകൊട്ടെ, എന്താന്ന് സംഭവിച്ചതെന്ന് ശരിക്കും വിശദീകരിക്കോ? എന്താന്ന് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? വിക്രം ചോദിക്കും, ആ ബാഗിൽ പൈസ തന്നെ ആയിരുന്നു എന്നുള്ളത് ഉറപ്പാണോ? വിശ്വം പറയും, അതെ, എന്റെ മുന്നിൽ വെച്ചാണ് ആ ബാഗ് ക്ലോസ് ചെയ്തത്. അപ്പോ ബാഗിൽ പണം ഉണ്ടെന്ന് ധരിപ്പിച്ച വിശ്വേട്ടന് ബാഗ് തന്നത്. അതെ, ബാങ്കിലെത്തിയപ്പോ പെട്ടെന്നെല്ലാം പേപ്പറായി മാറി. വിക്രം ചോദിക്കും, അതിനിടയിൽ ഒന്നും ഉണ്ടായില്ല? വിശ്വം പറയും, ഇല്ല. വിക്രം വീണ്ടും ചോദിക്കും, എവിടെയെങ്കിലും പോവേ, ബാഗ് താഴെ വെക്കേ, അങ്ങനെ ഒന്നും ഉണ്ടായില്ല? ഒന്നുമില്ലടാ, ആകെ ഉണ്ടായത് ബാങ്കിന്റെ മുന്നിൽ വെച്ച് ഒരാൾ ബോധം കെട്ട് വീണത്. വിക്രം ചോദിക്കും, എന്നിട്ട്? വിശ്വം പറയും, ഞാൻ അയാളെ എഴുന്നേൽപ്പിക്കാൻ നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ കണ്ണു തുറക്കുകയും ചെയ്തു. അപ്പൊ ബാഗ് എവിടെയായിരുന്നോ? ബാഗ് എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വിക്രം പറയും, കാര്യം മനസ്സിലായില്ലേ ജോസഫേ? ജോസഫ് പറയും, അപ്പൊ ബാങ്കിന്റെ മുന്നിൽ വെച്ച് ആ ക്യാഷ് അവർ മാറ്റി, പകരം കടലാസ് അടങ്ങിയ ബാഗ് മാറ്റി വെച്ചു. ഇത് കേൾക്കുന്ന വിശ്വം ഒന്നും കൂടെ ഞെട്ടും. ഈശ്വര. വിക്രം പറയും, സമാധാനമായിട്ടിരിക്കെ, അത് ചെയ്തവൻ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, വാ ജോസഫേ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പത്മവും ദീപ്തിയും കൂടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് വരണേ. നന്ദിനി നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ആഹാ, കാത്തിരിക്കായിരുന്നു. അകത്തേക്ക് വരൂ, ഞാൻ അമ്മയെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ അവിടുന്ന് പോകും. ദീപ്തി പറയും, അതത്രയ്ക്ക് നല്ല വെൽക്കം അല്ലല്ലോ. പത്മം പറയും, തെറ്റ് നമ്മുടെ ഭാഗത്താ, നീ വാ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോണേ. അപ്പോഴേക്കും നന്ദിനി അകത്തേക്ക് പുറം ഭാഗത്തിലൂടെ ചെന്നിട്ട് അമ്മയോടൊക്കെ കാര്യം പറയും. അമ്മ, അവര് വന്നിട്ടുണ്ട്. അവളുടെ അമ്മയും അനിയത്തിയും കൂടെ പറയാനുള്ളത് മുഖത്ത് നോക്കി 4 എണ്ണം പറയണം.
നന്ദിനി എന്നെ പുറത്തേക്ക് ചെല്ലും. എന്നിട്ട് ഹോളിൽ നിൽക്കുന്ന അവരോട് പറയും, ആഹാ ഇവിടെ തന്നെ നിൽക്കണോ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വരും. എന്നിട്ട് കണ്ണോണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് അമ്മയോട്. പറഞ്ഞോന്ന്. അമ്മ എന്തായാലും നിങ്ങളെ കാണാനിരിക്കായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നന്നായി. ശ്രീജ അപ്പോഴേക്കും അവിടുന്ന് ഇരിക്കായിരുന്നു. എഴുന്നേറ്റ് നിൽക്കും ഇവരെ കാണുമ്പോൾ. അമ്മയ്ക്ക് ചോദിക്കാനുള്ളൊക്കെ ചോദിച്ചു അമ്മേ. പത്മ പറയും, കമലയുടെ വിഷമം എനിക്ക് മനസ്സിലാകും, ഇങ്ങനെയൊക്കെ നടക്കുന്നേ ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. നന്ദിനി പറയും, അയ്യോ അങ്ങനെ പറയരുത്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ നിങ്ങളുടെ മകൻ വിശ്വട്ടിനെ അപകടപ്പെടുത്തിയത്. ദീപ്തി അപ്പൊ തന്നെ പറയും, അത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. നന്ദിനി പറയും, ആ ഞാൻ വിശ്വസിച്ചു. അമ്മ വിശ്വസിച്ചോന്ന് അറിയില്ല, വിശ്വസിച്ചു അമ്മേ. കമല നോക്കുമ്പോ നന്ദിനി വേഗം മുഖം തിരിക്കും. അല്ല നിങ്ങക്ക് ചായ എടുക്കട്ടെ? പത്മം പറയും, വേണ്ട. കമല പറയും, പത്മം നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ കേട്ടതല്ലേ, വേദയുടെ കാര്യത്തില് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തതല്ലേ, എന്നിട്ടും എന്റെ കുടുംബത്തെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കാൻ നോക്കുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പത്മം പറയും, അങ്ങനെയൊന്നും പറയല്ലേ കമലെ, ഞങ്ങളൊന്നും ഇത് മനസ്സവാച അറിഞ്ഞതല്ല. അപ്പോഴും നന്ദിനി പറയും, അയ്യോ അങ്ങനെയാണോ, എന്നാ ഞാൻ വിശ്വസിച്ചു, പക്ഷെ അമ്മയും ശ്രീചേർത്തി വിശ്വസിച്ചോന്ന് അറിയില്ല. ദീപ്തി ഈ കാണിക്കുന്നത് പരിഹാസമാണെന്ന് ഞങ്ങൾക്ക് അറിയാം ചേച്ചി. ആണോ കൊച്ചേ, എങ്കിലേ അത് നന്നായി പോയിന്ന് കരുതിക്കോ. അപ്പൊ ദീപ്തി പറയും, പുറപ്പെട്ടപ്പോ തന്നെ വേണ്ടാന്ന് പറഞ്ഞതല്ലേ അമ്മയോട് ഞാൻ. നന്ദിനി പറയും, ഈ കുടുംബത്തിലെ ഏറ്റവും പാവമുള്ള ആളെ 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് കള്ളക്കേസ് ഉണ്ടാക്കി അകത്താക്കിയപ്പോ ഇനി ഇതിലും നന്നായി ഞങ്ങൾ എങ്ങനെ പെരുമാറണം കൊച്ചേ? ശ്രീജ പറയും, കുറച്ചു കാലം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളെങ്കിലും വിശ്വട്ടിന് ആത്മാർത്ഥമായിട്ടാ അത് ചെയ്തത്. ഒരു തെറ്റും ചെയ്യാത്തവരോട് എങ്ങനെയാ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നത്? കമല പറയും, പണം നോക്കി മാത്രം അന്തസ് കണക്കാക്കുന്നവർക്ക് അത് എളുപ്പമാണ് ശ്രീജ, മനുഷ്യത്വം എന്നുള്ളത് അവരുടെ അജണ്ടയിൽ ഉണ്ടാവില്ല. ദീപ്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ വീട്ടിൽ ആള് മോഷ്ടിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നു. മോഷ്ടിച്ചെന്നേ അതിന് തെളിവുണ്ടെന്ന് ഞങ്ങളുടെ ചേട്ടനും, എങ്കിൽ പിന്നെ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് കോടതിയിൽ തെളിയിച്ചാ പോരെ? പത്മ അങ്ങ് ഞെട്ടിപ്പോവും. മിണ്ടാതിരിക്കും ദീപ്തി. നന്ദിനി പറയും, കൊച്ചാള് കൊള്ളാലോ, അച്ഛൻ ജഡ്ജ് ആയതുകൊണ്ടായിരിക്കും കോടതി എന്നൊക്കെ വളരെ ഈസിയായി പറയുന്നുണ്ടല്ലോ. ശ്രീജ പറയും, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ, ഏത് തെളിവും ഉണ്ടാക്കാൻ പറ്റുന്നവര്, ഒരാളെ നിയമത്തിന് മുന്നിൽ കൊടുക്കണമെന്ന് തോന്നിയ നിങ്ങൾക്ക് വളരെ എളുപ്പല്ലേ? പത്മം, നോക്കൂ കുട്ടി, നിങ്ങള് ഈ ഒരു അവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. അത് നിങ്ങളെ പരിഹസിക്കാനോ കൂടുതൽ വേദനിപ്പിക്കാനോ അല്ല. എന്റെ മകനാ ഇത് ചെയ്തതെങ്കിൽ ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല. നന്ദിനിക്കും നിങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് കോടതി വിഷയത്തിനെ വെറുതെ വിടോ? കമല പറയും, വിഷ്ണുവിനെതിരെ കൊടുത്ത കേസ് ആദ്യം പിൻവലിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മകനോട് പറയണമായിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾ ഇവിടെ വന്നതെങ്കിൽ ഈ വരവില് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ കരുതിയെന്നെ. പത്മം പറയും, കമലെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കമല പറയും, എനിക്കൊന്നും കേൾക്കാനില്ല, ഞാൻ കാത്തിരുന്നത് എന്റെ മകനെ കോടതി വെറുതെ വിട്ടു എന്നുള്ള വാർത്ത കേൾക്കാനായിട്ടാ. ആ വാർത്തയായിട്ട് വരൂ, നമുക്ക് അപ്പൊ സംസാരിക്കാം. ഇത് കേൾക്കുമ്പോ പത്മത്തിന് സങ്കടാവുന്നുണ്ട്. ദീപ്തിക്ക് ദേഷ്യം വരും. അമ്മയ്ക്ക് സമാധാനായില്ലേ? പൊക്കാളാൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ അവര് പോകാൻ തുടങ്ങുമ്പോ ശ്രീജ പറയും, നിക്ക്, നിങ്ങൾ അപമാനിച്ചു വിട്ടുന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ, ഞങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളായിരുന്നെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പടിയെങ്കിലും ഞങ്ങൾ കയറ്റുമായിരുന്നോ? അപ്പൊ ദീപ്തി അങ്ങ് ഞെട്ടും. ശ്രീജ പറയും, ആ മര്യാദ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് അറിയോ? ഞങ്ങളുടെ വിശ്വേട്ടൻ തെറ്റുകാരനാണെന്ന് ഞങ്ങളെപ്പോലെ വിശ്വസിക്കാത്ത മറ്റൊരാൾ കൂടെ ഉണ്ട് ഈ വീട്ടില്. നിങ്ങളുടെ മകൾ വേദ, അവള് പറയുന്നത് ഈ തെറ്റ് ചെയ്തത് അവളുടെ ഏട്ടൻ, അതായത് നിങ്ങളുടെ മകൻ തന്നെയാണെന്ന്. അത് അവള് തെളിയിക്കുകയും ചെയ്യും, നോക്കിക്കോളൂ. അങ്ങനെ ദീപ്തി അറിയും, വാമേ നമുക്ക് പോകാം. അങ്ങനെ അവരവിടുന്ന് പോയി കഴിഞ്ഞാൽ നന്ദിനി വിചാരിക്കും, ഹോ എന്ത് വന്നാലും മൈലേജ് അവസാനം വേദയ്ക്ക് തന്നെയാണല്ലോ ദൈവമേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വിഷം പണമായിട്ട് പോയപ്പോ തല ചുറ്റി വീണ ഒരാളുണ്ടല്ലോ, അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് വിക്രത്തിന്റെ കാൽമുന്നിൽ ഇട്ട് കൊടുക്കണേ. ജോസഫ് പറയും, വിശ്വേട്ടനെ കുടിക്കത് ഇവനാണ്, ആ പണം അടിച്ചു മാറ്റി പകരം പേപ്പർ വെച്ചത് ഇവനാണ്. വിക്രം ചോദിക്കും, നീയാണോടാ? ഷാജി, നീ അന്ന് ചതിച്ചത് ആരെയാണെന്ന് നിനക്കറിയോ? അയാള് തല താഴ്ത്താണ്. വീണ്ടും ഒന്നും പറയാതെ നിൽക്കുമ്പോ വിക്രം പറയും, പോട്ടെ, ആ പണം ഇപ്പൊ എവിടെയുണ്ട്? മര്യാദയ്ക്ക് ചോദിച്ചാ നീ പറയില്ലെന്ന് എനിക്കറിയാം, അനിയൻകുട്ടാ എന്ന് വിളിക്കുമ്പോ തന്നെ അനിയൻകുട്ടൻ വണ്ടിയുടെ ഏതൊരു വലിയ പാർട്ട് എടുക്കാണ്, ഒരു ഇരുമ്പ് വടി. അങ്ങനെ വിക്രം അത് വാങ്ങിച്ചിട്ട് പറയും, നീ കാരണം അത് എടുക്കുന്നത് എന്റെ ചേട്ടനാണ്, അത് ഞാൻ ക്ഷമിക്കുന്നു, നിനക്ക് തോന്നുന്നുണ്ടടാ പന്ന എന്ന് പറഞ്ഞ ഒറ്റ ചവിട്ട് വെച്ചെടുത്ത് അടിക്കാനായിട്ട് പോവാണ്. അപ്പൊ തന്നെ അയാൾ അവിടെ താഴെ വീഴോട്ടോ. അങ്ങനെ അടിക്കാനായി തുടങ്ങുമ്പോൾ അയാൾ പറയും, വേണ്ട വിക്രം, ഞാൻ പറയാം. വിക്രം ചോദിക്കും, പറ, ആ ബാഗിലെ പണം നീ എന്ത് ചെയ്തു? അയാൾ പറയും, ആ ബാഗിൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, ബാങ്കിന്റെ മുന്നിൽ വെച്ച് ഒരു ബാഗ് തട്ടിയെടുത്ത് ഒരാളെ ഏൽപ്പിക്കണം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, അത് ഞാൻ ചെയ്യുകയും ചെയ്തു. വിക്രം ചോദിക്കും, ആരാ നിന്നെ ആ പണി ഏൽപ്പിച്ചത്? അത് SM ട്രേഡേഴ്സിന്റെ മാനേജർ ഷാജി സാറാ. അയാളെയാണോ നീ ഏൽപ്പിച്ചത്? അല്ല, അത് വാങ്ങിക്കാം വേറൊരാൾ വരുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് ആ കാറിൽ അയാൾ വന്നു. ഞാൻ ആ ബാഗ് അയാളെ ഏൽപ്പിക്കുകയും ചെയ്തു. എനിക്ക് അതിനുള്ള ക്യാഷ് അയാൾ തരികയും ചെയ്തു. അപ്പൊ വിക്രം ഫോൺ എടുത്തിങ്ങനെ നോക്കിയിട്ട് അതിന് ശ്രീകാന്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇയാളാണോ ബാഗ് വാങ്ങിച്ചത്? അത് നോക്കിയിട്ട് ഈ ഷാജി പറയും, അതെ. അങ്ങനെ ഇപ്പോ വിക്രമിന്റെ കയ്യിലും നല്ലൊരു തെളിവ് കിട്ടിയിരിക്കണേ. പ്രതിയെ തന്നെ കിട്ടി, അവനെ കൊണ്ടെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി വിക്രം ഇങ്ങനെ റൂമിൽ കിടക്കുവാണ്. വിക്രം റൂമിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വേദ അങ്ങോട്ട് വരികയാണ്.
വേദ ഒന്നുമില്ലെന്നറിയുമ്പോ എന്നാ പിന്നെ അവിടെ എങ്ങനെ ഇരുന്നൂടെ, എനിക്ക് കുറച്ച് സമയം തനിച്ചിരിക്കണം. വേദ പറയും ഇന്ന് അമ്മയും ദീപ്തിയും വന്നിരുന്നോ? വിക്രം ചോദിക്കും അതിന് ഞാനെന്ത് വേണം? എനിക്ക് പറയാനുള്ളത് വേറെ ആരോടും പറയാനില്ലല്ലോ, അതുകൊണ്ട് വന്നതാണ്. വിക്രം ചോദിക്കും പറ, എന്താ ഞാൻ കേൾക്കേണ്ടത്? വേദ പറയും നന്ദിനിയടുത്ത് അവരോട് ഇത്തിരി മോശമായിട്ടാ പെരുമാറിയത്. സാധാരണ അമ്മ എതിർക്കാറുള്ളതാ, ഇന്ന് അതും ഉണ്ടായില്ല. വിക്രം പറയും ചെയ്യാത്ത കുറ്റത്തിനാ ഇന്ന് അവരുടെ മൂത്ത മകൻ അകത്ത് കിടക്കുന്നത്. അതിന് കാരണക്കാരനായവന്റെ അമ്മ വന്നപ്പോ മിണ്ടാതിരുന്നതിൽ എനിക്കൊന്നും തോന്നുന്നില്ല. വേദയ്ക്കും ശ്രീയേട്ടൻ എന്തെങ്കിലും ചെയ്തതിന് മറ്റുള്ളവർ എന്ത് പിഴച്ചോ? വിക്രം പറയും അതേ ചോദ്യം തന്നെയാ എനിക്കുള്ളത്. ഞാൻ അവരുടെ വീട്ടില് ഒരു പെൺകുട്ടിയോട് തെറ്റ് ചെയ്തതിന് എന്റെ വീട്ടുകാർ എന്ത് പിഴച്ചു? വേദ പറയും ആ ചോദ്യം ഞാനും ശ്രീയേട്ടനോട് ചോദിച്ചതാ. എന്നിട്ട് അതുകൊണ്ട് ഉപകാരം ഉണ്ടായോ? വേദ പറയും ഉപകാരം ഉണ്ടാക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇവിടം വരെ കൊണ്ടെത്തിച്ചല്ലോ, മതി. ഇനി കൂടുതൽ ഇടപെട്ട് നശിപ്പിക്കാൻ നിൽക്കരുത്. വേദയ്ക്കും ഇയാൾ എന്താ വിക്രം ഇങ്ങനെ, ഞാൻ എന്ത് നശിപ്പിച്ചു എന്നാ? വിക്രം പറയും ഇതെല്ലാം സംഭവിച്ചതിന് കാരണം എന്താ? നീ ഇങ്ങോട്ട് കയറി വന്നതല്ലേ? വേദയ്ക്കും ആണോ? അതിനു മുമ്പ് ഒരു കാരണമല്ലേ? വിക്രം പറയും മതി, തർക്കിക്കാൻ നിൽക്കാതെ പോവാൻ നോക്ക്, അല്ലെങ്കിൽ തന്നെ ആലോചിക്കുമ്പോ തല പൊളിയുന്നുണ്ട് എനിക്ക്. ഞാൻ വന്നത് അതിനല്ല. നാളെ വിശ്വേട്ടനെ കോടതിയിൽ ഹാജരാക്കല്ലേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിശ്വേട്ടന് വേണ്ടി ആരാ ഹാജരാവുന്നത്? വിക്രം ഒന്നും മിണ്ടാതിരിക്കുമ്പോ വേദ വീണ്ടും ചോദിക്കും ഏതെങ്കിലും വക്കീലിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോന്ന്. വിക്രം പറയും ഇല്ല. വേദയ്ക്കുവേ ഇല്ലേ, കോടതിയിൽ നിന്ന് വെറുതെ ഇങ്ങ് ഇറക്കി കൊണ്ടുവരാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം, നാളെ രാവിലെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുന്നുണ്ട്. വേദ പറയും ബെസ്റ്റ്, കേസ് പഠിക്കാനായിട്ട് ആ വക്കീലിന് ധാരാളം സമയം കിട്ടും. ഈ വക കാര്യങ്ങൾ അറിവില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചൂടെ? വെറുതെ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ട് കാര്യമില്ല. വിശ്വേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിവ് കൂടെ വേണം. അതുണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ എന്ന് വിക്രം പറയുമ്പോ വേദയ്ക്കും എന്നിട്ട് അതുണ്ടാക്കിയോ? വിക്രം പറയും ഉവ്. അപ്പൊ വേദ ഞെട്ടും. നിന്റെ ചേട്ടന്റെ മാനേജർ പറഞ്ഞതനുസരിച്ച് വിശ്വേട്ടന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റുമായിരുന്നോ? അത് ചെയ്തവൻ നാളെ കോടതിയിൽ ഹാജരാവും. അപ്പൊ വേദ പറയും എങ്കിൽ വിക്രം വക്കീലിന് വേണ്ടി കഷ്ടപ്പെടണ്ട, നാളെ കോടതിയിൽ വക്കീൽ ഹാജരായിക്കോളും. ആര്? വേദ പറയും അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണൻ. വിക്രം ഞെട്ടും നീയോ? വേദയ്ക്കും എന്താ പോരാന്നുണ്ടോ? വിക്രമിന് അങ്ങ് ചിരി വരും. അവിടെ നിന്ന് ചിരിക്കുമ്പോ വേദ പറയും എന്റെ സീനിയറിനോട് അപ്പിയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം എന്നോട് തന്നെ കേസ് അപ്പിയർ ചെയ്യാൻ പറഞ്ഞു. ഇന്ന് അമ്മയോടും ദീപ്തിയോടും ഒക്കെ നന്ദിനി അടുത്ത് സംസാരിച്ചത് കേട്ടപ്പോ ഞാൻ ഉറപ്പിച്ചു വിശ്വേട്ടനെ ഇറക്കാൻ ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങുന്നു. വിക്രത്തിനെ വിശ്വസിക്കാനായിട്ടില്ല. അല്ല നീ കളിതമാശ പറയാണോ? വക്കീൽ ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഞാൻ വിശ്വേട്ടനെ കണ്ട് വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിച്ചു. കോടതിയിൽ എന്തായാലും ഞാൻ വിശ്വേട്ടന് വേണ്ടി അപ്പിയർ ചെയ്യും, കോടതിയിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്യും. ഇത് ശ്രീയേട്ടനോടുള്ള എന്റെ വാശിയാണ്. എന്തായാലും ആ സാക്ഷിയെ കോടതിയിൽ ഹാജരാക്കോ, ഗുണം ചെയ്യാൻ നോക്കാം. അത് കേൾക്കുമ്പോ വിക്രം ഇപ്പോഴും സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കാട്ടോ. ശേഷം വേദ അവിടുന്ന് പോവാ. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് വിക്രവും വേദയും അവിടെ കോടതിയിൽ എത്തിയിരിക്കണേ. വേദ ഇപ്പോ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ടിരിക്കുന്നത്, കയ്യിലൊരു ബാഗും ഉണ്ട്, ഫയലുകളും ഉണ്ട്. ഈ സമയം ശ്രീജേടത്തി ഓൾറെഡി നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വിക്രവും വേദയും ശ്രീജേടത്തിയുടെ അടുത്തെത്തും. വിക്രം പറയും വിശ്വേട്ടന് വേണ്ടി വേദയാ ഹാജരാവുന്നത്. ശ്രീജേടത്തിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വേദ പറയും ഒട്ടും വിഷമിക്കണ്ട, നമുക്ക് വിശ്വേട്ടനെ ഉടൻ തന്നെ പുറത്തിറക്കാം, ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോ ശ്രീജ പറയും വേദം മുന്നിട്ടിറങ്ങുമ്പോ എനിക്ക് പേടിക്കാൻ എന്താ ഉള്ളത്, എത്രയും പെട്ടെന്ന് വിശ്വേട്ടൻ പുറത്തിറങ്ങണം, അത്രേ ഉള്ളൂ എനിക്ക്. പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്, ഒരു കേസ് ഒറ്റയ്ക്കെടുത്ത് നടത്താൻ വേദയ്ക്ക് പറ്റുമല്ലോ അല്ലേ? ഈ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ സീനിയറാ എന്നോട് തന്നെ ഹാജരാവാൻ പറഞ്ഞത്. പിന്നെ ഈ കേസിലെ ഞാൻ തന്നെ ഹാജരാവുന്നതിലെ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇത് എന്റെ ചേട്ടനും വിശ്വേട്ടനും തമ്മിലുള്ള യുദ്ധമല്ല, ഇത് ഞാനും എന്റെ ചേട്ടനും തമ്മിലുള്ള പോരാണ്. വിശ്വേട്ടൻ അതിൽ ബലിയാടായതാ. അതുകൊണ്ട് അതിൽ നിന്ന് വിശ്വേട്ടനെ പുറത്തിറക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയും ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ചെയ്തിരിക്കും. ശ്രീജയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് വേദന വന്നതിലെ ഈ വാക്കുകളും കേൾക്കുമ്പോൾ. അങ്ങനെ വേദ പറയും വിക്രം എനിക്ക് ആ സാക്ഷി ഒന്ന് കാണണം. വിക്രം പറയും വാന്ന്. അങ്ങനെ വേദ ശ്രീജയോട് പറയും കോടതിയിൽ കാണാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ശ്രീജടുത്തി വേദയുടെ കൈ മുറുകെ പിടിക്കുക. വേദ പറയും ധൈര്യമായിട്ടിരിക്കും ശ്രീജടുത്തി, നമ്മൾ ജയിക്കും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നീട് കാണിക്കുന്ന പ്രമോല് കോടതിയിലെ വേദ തകർത്താടുന്നുണ്ട്. ഈ സമയം അതിനെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ, അതായത് ശ്രീകാന്തിന്റെ വക്കീലെ. എങ്കിലും വേദ മുന്നേറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്